പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെ അതെ അതെ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നിമിഷം സർ. നമസ്കാരം സർ. ഒരു ചോദ്യം ചോദിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നെന്തായാലും വായനാ ദിനമാണല്ലോ. അപ്പോ ഒരു ചോദ്യം, നമ്മൾ ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് എന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വായനശീലം കുറവുണ്ടോ എന്ന് വരെ സംശയമില്ലായില്ല. അതായത് ഈ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ സാഹിത്യത്തിന് അധിഷ്ഠിതമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഗൂഢനിശ്വാസത്തെ, പ്രകൃതിയുടെ ത്രിമാനകാലങ്ങളെ സൂക്ഷ്മ ദാർശനികതയുടെ കണ്ണുകളിലൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏകാന്ത പഥികനായി ചിന്തയുടെ ബാഹ്യ സീമകൾക്കപ്പുറത്തു നിന്ന് തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ വ്യക്തമായി നോക്കി കാണാനുള്ള ഒരു പ്രതിക്രിയാവാദം കൂടി ഉണ്ടോ എന്നുള്ളതാണ് വായനയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാർ, ഞങ്ങൾക്ക് ഇന്നൊരു ചാലഞ്ച് ഉണ്ട്. ഞങ്ങൾ കുറെ പേരോട് ചോദിച്ചു, കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് അറിയില്ല. എന്നാലും നിങ്ങൾ ഇത്ര പണ്ഡിതന്മാരായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ ചാലഞ്ച് ഒക്കെ വളരെ ഈസി ആയിരിക്കും. വേറൊന്നല്ല, നമ്മുടെ ദേശീയ ഗാനം തെറ്റാതെ മുഴുവനായി പാടണം. അത് ഈ ദേശീയഗാനം എന്ന് പറയുന്നത് ദേശത്തിന്റെ ഒരു ഗാനമാണല്ലോ. അതെ, ഒരു അഖണ്ഡത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ. നമുക്ക് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു സാഹിത്യോത്സവം വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് ആലോചിച്ചാലോ ആ ഒരു കാര്യത്തെ പറ്റി? Last village